ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ മോമോസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാനായിട്ട് പോകുന്നത്. ഇഫ്താർ സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഹെൽത്തിയാന്ന് പറയുമ്പോൾ ഇതിൽ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രം കുറച്ചാണ് ഹെൽത്തിയാണ്, മൈദയാണ് യൂസ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം നല്ല ഹെൽത്തിയാണ്, എണ്ണയിൽ പൊരിക്കൊന്നും വേണ്ട. അങ്ങനെയുള്ളൊരു ഐറ്റമാണ് മോമോസ് ലവേഴ്സ് കുറേ ഉണ്ടാവും അല്ലേ. അപ്പോൾ ആദ്യം ഇത് കാണുമ്പം എല്ലാവർക്കും ഒന്ന് കഴിക്കാൻ തോന്നില്ല. എൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നു. വൈറ്റ് കളറിൽ എണ്ണയിലൊന്നും പൊരിക്കാത്തൊരു ഐറ്റമല്ലേ. പക്ഷെ കഴിച്ച് നോക്കിയാൽ നമുക്ക് നല്ല ഒരു സോസും കൂട്ടി കഴിക്കാനുണ്ട്. അപ്പോഴാണ് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ സോസ് ഉണ്ടാക്കുന്ന മെത്തേഡും കൂടെ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്കതിന് വേണ്ടിയിട്ടുള്ള ഡോ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1.5 കപ്പ് വെച്ചിട്ടാണ് ഞാനിവിടെ ചെയ്തെടുക്കുന്നത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ആ ഒരു ഡോയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആവശ്യത്തിന് മാത്രം കുറേശ്ശെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. നോർമൽ വാട്ടറാണ്, ചൂടുവെള്ളം അങ്ങനെയൊന്നുമല്ല, നോർമൽ വാട്ടറാണ്. അപ്പോൾ അത് കുറേശ്ശെ വേണം ഒഴിച്ച്. കറക്റ്റ് വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, നമ്മളിങ്ങനെ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കില്ല, ആ രീതിയിലുള്ള വെള്ളമാണ് നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത്. എല്ലാം കൂടി ഒരുമിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയും വേണ്ട, കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കുക കേട്ടോ. ഇത് എത്രത്തോളം സോഫ്റ്റ് ആക്കാൻ പറ്റുന്നോ അത്രത്തോളം സോഫ്റ്റ് ആക്കുക, എന്നാലും നമ്മുടെ ആ ഒരു മോമോസും നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ കുറച്ച് സമയം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത ശേഷം അതിന് മുകളിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതവിടെ മാറ്റി വെക്കുക, ഒന്ന് അടച്ച് വെച്ചിട്ട് മാറ്റി വെക്കുക. ഇനി നമുക്കിതിൻ്റെ ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കുന്ന വരെ അതവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ സോസിനുള്ള കാര്യങ്ങളൊന്ന് ചെയ്ത് വെക്കാം. അപ്പോൾ ആദ്യം ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാനുള്ള റൈറ്റ് ഉണ്ട് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 8 വറ്റൽമുളകൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വറ്റൽമുളകിൻ്റെ എണ്ണ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറക്കാം. ഇത് നല്ല സ്പൈസിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഇട്ട സമയത്ത് ഇത്ര സ്പൈസി ആവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. 8 എണ്ണം വേണ്ടാന്നുള്ളവർക്ക് 8 എണ്ണം ഒഴിവാക്കാം. പിന്നെ ഈ 3 മീഡിയം സൈസിലുള്ള തക്കാളി, നല്ല പഴുത്ത തക്കാളിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല തിളച്ചിരിക്കുന്ന വെള്ളത്തിലാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. എന്നിട്ടൊരു 10 മിനിറ്റ് നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കണം. അതുപോലെ നന്നായിട്ടാണ് തിളച്ച് വരും. ആ സമയത്ത് നമുക്ക് ഈ തക്കാളിയുടെ തൊലിയൊക്കെ ഇങ്ങനെ വേറിട്ട് വരും. ഇങ്ങനെ ഒരു തക്കാളി 2ആയിട്ട് പകുതിയാക്കിയിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിതിൻ്റെ തൊലിയെ നമുക്ക് ഈസി ആയിട്ട് തന്നെ റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ എടുത്ത് മാറ്റിയാൽ മതി. അതിൻ്റെ തൊലി ഒഴിവാക്കുകയാണ് നല്ലത്. നമുക്കൊന്നുകൂടെ നല്ല പെർഫെക്ഷനിൽ നമ്മുടെ ഒരു സോസ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വറ്റൽമുളക് 8 എണ്ണം എടുക്കേണ്ട നിർബന്ധമില്ല. ഇത് നല്ല സ്പൈസിയാണ്, അതായത് പ്രത്യേകം പറയാനുള്ള കാരണം. അപ്പോൾ അത് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് തക്കാളിയും വറ്റൽമുളകൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം നമുക്കൊരു 10 മിനിറ്റൊക്കെ മതി. അതിനുശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തണുത്ത ശേഷമാണെങ്കിൽ നമ്മൾ സോസ് തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് മോമോസിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കിയിടാം. അപ്പോൾ ഞാൻ ബീഫ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ബീഫ് ഞാൻ ഒരു 1/4 കപ്പ് ബീഫ് എടുത്തിട്ടുണ്ട്. വേവിച്ച ബീഫ്, മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് മുളക് പൊടിയും ചേർത്ത് വേവിച്ചെടുത്തിട്ടുള്ള ബീഫാണ്. അത് മിക്സിയുടെ തണുത്ത ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമുക്കിത് ചിക്കനും ഒക്കെ ഈ രീതിയിൽ ചെയ്യാം. പിന്നെ ചിക്കനൊക്കെ തന്നെ നമ്മൾ വേവിക്കാതെ ഇതുപോലെ അരച്ചെടുത്ത് ചെയ്യാറുണ്ട്. അതിലേറെ ഒന്നുകൂടെ എനിക്ക് നല്ലതായിട്ട് തോന്നുന്നത് ഇങ്ങനെ. അങ്ങനെ ആകുമ്പോൾ ചിലരൊക്കെ വിചാരിക്കും അത് ആവിയിൽ വേവിക്കുമ്പോൾ ശരിക്കും വെന്ത് കിട്ടില്ല എന്നൊക്കെ വിചാരിക്കും, ചിക്കനൊക്കെ അങ്ങനെ അരച്ചെടുത്തിട്ട് നേരിട്ട് വേവിക്കാതെ ചെയ്യുമ്പോൾ. അപ്പോൾ അതിന് പകരം ഇങ്ങനെ ചെയ്താൽ ആ ഒരു പേടിയും വേണ്ട, നമുക്ക് നല്ല വിശ്വസിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കുകയും ചെയ്യാം. ഇനി നമുക്ക് 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതാണ്, പേസ്റ്റ് ആക്കി എടുത്താലും കുഴപ്പമൊന്നുമില്ല, അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിയില ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു സവാള ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞതാണ് കേട്ടോ, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ട് അരിയാൻ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം സവാള ചേർക്കുന്ന സമയത്ത്. അപ്പോൾ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് സോയാ സോസാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അത് 1 ടീസ്പൂണ് സോയാ സോസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളിതിൽ വേറെ എക്സ്ട്രാ മുളക് പൊടി അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളക് പൊടിയാണ്. ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ച് 1/2 ടീസ്പൂൺ 1/4 ടീസ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, സോയാ സോസിലും അതുപോലെ തന്നെ നമ്മുടെ ബീഫിലും ആവശ്യത്തിന് ഉപ്പുണ്ട്, അതിനനുസരിച്ച് വേണം ഉപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട്, ഉപ്പ് കൂടി പോവരുത്. പിന്നെ ഇത് ഓപ്ഷണലാണ്. 1 ടീസ്പൂൺ ഓയിൽ കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൈവച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഓയിൽ ചേർക്കൽ നിർബന്ധമല്ല കേട്ടോ, എന്നാലും ചെറിയ ടേസ്റ്റ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഓയിൽ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. എല്ലാ ഭാഗത്തേക്കും എല്ലാം എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കുക.
അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ മോമോസിനുള്ള ഡോ നന്നായിട്ട് തന്നെ ഒന്നുകൂടെ സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് സമയം വെച്ചപ്പോഴേക്ക് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതിന് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അത് ഞാൻ 2 പാർട്ടായിട്ടാണ് കേട്ടോ പരത്തിയെടുക്കുന്നത്. 2 ഈക്വൽ പാർട്ടായിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ആദ്യം ഒരു പാർട്ടൊന്ന് നമുക്ക് ആദ്യം ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ കുറച്ച് കൗണ്ടർ ടോപ്പ് ഒന്ന് വൃത്തിയാക്കിയ ശേഷം കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടി ഒന്ന് തൂവിയതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന അത്രയും കട്ടിയിലാണ് കേട്ടോ പരത്തുന്നത്. നല്ല കട്ടി ഉണ്ടാവരുത്, എന്നാൽ നല്ല തിന്നാവുമ്പോൾ പൊട്ടിപ്പോവാനും ചാൻസ് ഉണ്ട്. മാക്സിമം നമുക്ക് തിന്നാക്കി എടുക്കാൻ ശ്രദ്ധിക്കാം. നല്ല കട്ടി ഉണ്ടാകുമ്പം അത് ഹാർഡായി പോവാനും അതുപോലെ തന്നെ നമുക്ക് കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ആയിട്ട് കിട്ടില്ല. പക്ഷേ കുറച്ചൊക്കെ തിന്നാവുകയും വേണം, എന്നാൽ നല്ല തിന്നാവുമ്പോൾ പൊട്ടിപ്പോവുകയും ചെയ്യും. അപ്പോൾ ആ രീതിയിൽ വേണം ചെയ്യാൻ വേണ്ടി. ചപ്പാത്തിൻ്റെയൊക്കെ ഒരു കട്ടി ഉണ്ടാവുമല്ലോ, അത്രയ്ക്ക് കട്ടിയിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് പൊടിയൊന്നും തൂവിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ ചപ്പാത്തിയുടെ ഒക്കെ ഒരു തിക്നെസ്സിൽ പരത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ബോട്ടിലിൻ്റെ അടപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ തയ്യാറാക്കിയെടുക്കുന്നത് ചെറിയ മോമോസാണ് കേട്ടോ. നമുക്ക് കഴിക്കാൻ ഈസി ആയിരിക്കും. വലുത് വേണമെങ്കിൽ വലിയ ബോട്ടിലിൻ്റെ അടപ്പ് എടുത്തിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് ബാക്കിയുള്ള പീസ് വെച്ചിട്ട് വീണ്ടും നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്നുകൂടെ നമുക്കിങ്ങനെ തിന്നാക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഒന്നിങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മുടെ ഫില്ലിങ് ഒന്ന് വെച്ച് കൊടുക്കാം. ഇത് ചെറിയ മോമോസ് ആയതുകൊണ്ട് തന്നെ കുറേ ഫില്ലിംഗ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ഫില്ലിംഗ് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇങ്ങനെ നെറിവിട്ട് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. മോമോസിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നെറിവിട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ഒരു ഈസി മെത്തേഡ് കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ഈസി തന്നെയാണ്. ഇത് ബുദ്ധിമുട്ടായി തോന്നുന്നവരുണ്ടെങ്കിൽ ഞാൻ ഈസി മെത്തേഡ് കൂടി കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മെല്ലെ ഇങ്ങനെ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ പ്ലീറ്റ്സ് ഇങ്ങനെ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്ന പോലെ ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ലാസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് ഒരു മോമോസിൻ്റെ ഷേപ്പിലാക്കി എടുക്കുക. എന്നിട്ട് അടിഭാഗം കുറച്ചൊന്നും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മോമോസിൻ്റെ ഷേപ്പിൽ നമുക്ക് ഒരു സ്നാക്ക് കിട്ടും. കണ്ടോ, കയ്യിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന ഒരു കുഞ്ഞു മോമോസാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നമുക്ക് അതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഓരോന്നോരോന്നായിട്ട് നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇതാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞ എളുപ്പവഴി എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ സെൻറ്ററിൽ വെച്ചതിന് ശേഷം എല്ലാം കൂടെ കൂട്ടി പിടിക്കുക. എല്ലാ ഭാഗത്തു നിന്നും ഇതുപോലെ ഒന്ന് കൂട്ടി പിടിച്ചിട്ട് ഒറ്റ പ്രസ് ചെയ്യുക. ആ സെൻറ്ററിൽ ഒറ്റ പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഇത് എളുപ്പവഴിയാണ്. ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് ഇങ്ങനെ നെറിവിട്ട് നിൽക്കുകയൊന്നും വേണ്ട. ഇതുപോലെ ഒറ്റയടിക്ക് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഒരുമിച്ച് അങ്ങ് കൂട്ടി പിടിച്ചാൽ മതി. അപ്പോൾ ഇതുപോലെയാണ് ബാക്കിയുള്ളതെല്ലാം ഞാൻ ചെയ്യണത് കേട്ടോ. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ചെയ്തെടുത്ത ശേഷം സ്റ്റീമറിൽ കുറച്ച് വെള്ളം വെച്ചതിന് ശേഷം ആ ഒരു തട്ടിൽ നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ മോമോസ് ആ ഒരു തട്ടിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഓയിൽ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം അതിലിങ്ങനെ നിരത്തി വെച്ചതിന് ശേഷം നമുക്കത് ആവിയിൽ വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. ബീഫൊക്കെ ഓൾറെഡി കുക്കായതല്ല. അപ്പോൾ ഒരു 10 മിനിറ്റ് തന്നെ വേവിച്ചെടുത്താൽ മതി. ഒരു 10 മിനിറ്റിന് ശേഷം ഇതാ നമ്മുടെ ഈ ഒരു മോമോസ് നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് അതിൽ നിന്ന് എടുത്ത് നോക്കാം. അപ്പോൾ അതാ ഇതുപോലെ അതെടുത്ത ശേഷം ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ബാക്കി കുറച്ച് ഉണ്ടായിരുന്നും കൂടെ വേവിക്കാനുണ്ടായിരുന്നു. അതുകൂടെ വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കുകയാണ്. അതൊരു 10 മിനിറ്റ് വെക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഇതുപോലെ കുഞ്ഞു മോമോസ് നമുക്ക് 26 പീസാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ചെറുതായതുകൊണ്ടാണ് 26 കിട്ടിയത്. വലുതാണെന്നുണ്ടെങ്കിൽ അത്രയൊന്നും കിട്ടില്ല. അപ്പോൾ അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള സോസ് ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനൊന്ന് ചൂടാക്കിയ ശേഷം അതിലേക്ക് ഒരു 2 ടീസ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് അത് 1 ടീസ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ആ ഒരു റോസ് സ്മെല്ല് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് ഇതിൻ്റെ റോസ് സ്മെല്ലൊക്കെ മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള വറ്റൽമുളക് തക്കാളിയൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് മിക്സിയിൽ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തതാണ്. 1-2 പീസ് ശരിക്കും അരയാത്തുണ്ടായിരുന്നു കേട്ടോ. അത് കുഴപ്പമില്ല. അപ്പോൾ അതൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ നമുക്കിത് തിളപ്പിച്ചെടുക്കണം. അതൊന്ന് ഒരു 5-6 മിനിറ്റ് തിളച്ച് വരുമ്പോൾ ഒന്ന് കുറുകി വരും. അതുവരെ നമുക്കിത് നല്ല സോസ് രീതിയിൽ കിട്ടണം. അതുവരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം.
അപ്പോൾ ഇതാ ഇതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ആദ്യം നമുക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ചെറിയൊരു പുളിയും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് 1 ടീസ്പൂൺ വിനാഗിരി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് സോയാ സോസ് ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ സോയാ സോസ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സോയാ സോസ് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കതിലേക്ക് 1 ടീസ്പൂൺ തന്നെ ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ സോയാ സോസിൽ കുറച്ച് ഉപ്പ് ഉണ്ടാവും, അതിനനുസരിച്ച് കുറച്ച് മാത്രം ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് വളരെ കുറച്ച് മാത്രം ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, എന്നാൽ സോസിന് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാരണം ഈ ഒരു തിക്നെസ്സിലാണ് നമ്മുടെ സോസ് വേണ്ടത്. അപ്പോൾ സോസ് റെഡി ആയിട്ടുണ്ട്, ഇത് അവിടെ മാറ്റി വെക്കാം. ഇതിൽ മുക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു മോമോസ് കഴിക്കുക. മോമോസ് എല്ലാം ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്, എല്ലാം വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പാത്രത്തിൽ സോസിൻ്റെ ചുറ്റുമായിട്ട് മോമോസും വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു സോസിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോഴാട്ടോ ഈ ഒരു മോമോസിന് പ്രത്യേക ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ നമുക്ക് കിട്ടുക. അപ്പോൾ ഈ ഒരു സോസ് ഉണ്ടാക്കാനും മറക്കാതെ സ്കിപ്പ് ചെയ്യാതെ സോസും ഉണ്ടാക്കണം, എന്നാലും അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ബീഫ് കൊണ്ടാണ് ചെയ്തത്, നിങ്ങൾക്ക് ചിക്കൻ വെച്ചിട്ടും ഇതേ മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ഇഫ്താറിന് തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്